ഹലോ എവ്രി വൺ, നമസ്കാരം. വെൽക്കം ടു വിനീസ് കിച്ചൺ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ എല്ലാവരും സുഖമായിരിക്കുന്നു. ഒരുപാട് പേര് പരാതിയായിരുന്നു വിനീസ് കിച്ചണിൽ ഇപ്പോൾ കുക്കിംഗ് ഒന്നും കാണിക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഓഫ് ഡേ ആയതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് ഇന്ന് കുക്കിംഗ് കാണിച്ചു തരാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ വരൂ, നമുക്കുണ്ടാക്കാം ഇന്നൊരു ലേസി ആയിട്ടുള്ളൊരു സാമ്പാർ. ഓക്കെ, അപ്പോൾ ഒരു ലേസി ആയിട്ടുള്ള സാമ്പാർ എന്ന് ഉദ്ദേശിച്ചതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, വളരെ മടി പിടിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സാമ്പാറാണ്. ഒരു ബൗളിൽ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനാവശ്യമായിട്ടുള്ള അതിൻ്റെ കൂടെയുള്ളത് 2 മീഡിയം സൈസ് തക്കാളി മുറിച്ച് വെച്ചിട്ടുണ്ട്. അതേമാതിരി തന്നെ സവോള നീളത്തിൽ ഞാൻ 2 മുറിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ വളരെ വലുതാക്കിയിട്ടാണ് മുറിച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ 2 തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് നീളത്തിൽ നമ്മൾ സ്ലൈസ് ചെയ്തിട്ടുള്ള സവോള എടുത്തിട്ടുണ്ട്. ചെറിയുള്ളി വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ലേസി ആയതുകൊണ്ട് തന്നെ നമ്മൾ അതൊന്നും ചെയ്യുന്നില്ല. 1/2 കപ്പ് പരിപ്പ്. ഓക്കെ, അതിനുള്ള കണക്കാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇതെല്ലാം നമ്മൾ ചെയ്യാൻ പോകുന്നത് കുക്കറിലാണ്, ഒറ്റ വെപ്പ്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം ഒരു പണിയില്ല. നിങ്ങളൊക്കെ ഇങ്ങനെ തന്നെ ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവും. എന്നാലും എൻ്റെ മെത്തേഡൊന്ന് നോക്കൂ. ആദ്യം നമ്മൾ കുക്കർ വെക്കുന്നു, എന്നിട്ട് നമ്മൾ ആദ്യം പരിപ്പിടുന്നു. 1/2 കപ്പാണ്. അതിനെ ഒന്ന് കഴുകിയിട്ട് വരാം. കഴുകി കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എല്ലാം അതിലേക്ക് ഇടുകയാണ്. അപ്പോൾ നമ്മൾ ഉള്ളി ഇടുക, തക്കാളി ഇടുക, പച്ചക്കറി ഇടുക, എന്നിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, സാമ്പാർ പൊടി, ഇത് മാത്രമാണ് ഇടുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ നമ്മുടെ ക്യാപ്സിക്കം ഇട്ടാലും നന്നായിരിക്കും കേട്ടോ. നല്ല ടേസ്റ്റാണ്. അതിനൊരു വേറെ ലെവൽ തന്നെയാണ് ടേസ്റ്റ് വരുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് 1 സ്പൂണ് മുളക് പൊടി ഇടുന്നുണ്ട്, 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ സാമ്പാർ പൊടിയാണ്. എപ്പോഴും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാമ്പാർ പൊടി നിങ്ങൾക്ക് ഇടാം. നിങ്ങൾക്കറിയാം, ഞാൻ വിനീസ് കിച്ചണിൽ എപ്പോഴും എൻ്റെ സാമ്പാർ പൊടിയാണ്, ഞാൻ എന്നെ പൊടിക്കുന്ന സാമ്പാർ പൊടിയാണ് ഇടാറുള്ളത്. സോ അതാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. 3 സ്പൂണോളം സാമ്പാർ പൊടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഈ കൈ കൊണ്ട് നല്ല രീതിയിൽ ഈ പരിപ്പും ഈ എല്ലാ കാര്യങ്ങളും, അതായത് തക്കാളിയും ഉള്ളിയും പച്ചക്കറികളും എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഈ ഒരു എന്താ പറയുക, നമ്മുടെ ഈ കഷ്ണം ഒന്ന് മുങ്ങിക്കിടക്കുന്ന പോലെ നിങ്ങളൊന്ന് ഇത് വയ്ക്കുക, വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് 2 വിസിൽ. ഓക്കെ, അപ്പോൾ ഞാൻ നല്ലോണം കയ്യിലത്തെ മസാലയൊക്കെ എടുത്തിട്ട് അതിലേക്ക് ആക്കിയിട്ടുണ്ട്. ആൻഡ് ഇതിൽ ഒരു എന്താണ് അത് മുങ്ങിക്കിടക്കണ വരയ്ക്കും ഉള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 2 വിസിൽ കഴിഞ്ഞിട്ട് നിങ്ങൾ തുറന്നു നോക്കുന്ന സമയത്ത് ഇതുപോലെ ആയിരിക്കും നിങ്ങളുടെ കഷ്ണങ്ങൾ വെന്തിട്ടുണ്ടാവുക. ഓക്കെ, ഉടഞ്ഞിട്ടുണ്ടാവില്ല, എന്നാൽ എല്ലാം വെന്തിട്ടുണ്ടാവും. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഒരു പാൻ വയ്ക്കുക. അതിലേക്ക് കടുക്, ഉലുവ, വറ്റൽമുളക്, കരിവേപ്പില, ഇതെല്ലാം ഇട്ട് കഴിഞ്ഞതിന് ശേഷം അതൊന്ന് ആയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ വെന്തിട്ടുള്ള കംപ്ലീറ്റ് സാധനം അതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ, ഇതിപ്പോൾ നല്ല കട്ടിയിലിരിക്കുകയാണല്ലോ, 1/2 കപ്പ് ചുവപ്പ് പരിപ്പ് എടുത്താൽ തന്നെ നല്ല കട്ടിക്കാണ് വരിക. അതുകൊണ്ട് തന്നെ നമ്മൾ കുക്കർ നന്നായിട്ടൊന്ന് ഒലുമ്പും. അതുകൊണ്ട് 1-1.5 ഗ്ലാസ്സോളം വെള്ളം നമ്മളൊന്ന് ഒലുമ്പിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് പുളി പിഴിയുക. അതേമാതിരി തന്നെ കൂടെ തന്നെ ഉപ്പും. നമ്മൾ നേരത്തെ ഉപ്പിട്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ വേവിക്കുന്ന സമയത്ത് ഉപ്പിടാത്തത് കൊണ്ട് തന്നെ ഇതുപോലെ ആയിക്കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ പുളിയും പിഴിഞ്ഞിട്ട് ഉപ്പിടുക. ഇനി പുളി, ഞാനൊരു നാരങ്ങ വലുപ്പത്തിനുള്ള പുളി നന്നായിട്ട് പിഴിഞ്ഞിട്ട് കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഇളം ചൂടുവെള്ളത്തിലാണ് ചെയ്തിരിക്കുന്നത്. അതുമാതിരി തന്നെ ആവശ്യത്തിനുള്ള ഉപ്പിടുക. ഇതൊന്ന് തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വാങ്ങി വെക്കാവുന്നതേ ഉള്ളൂ. അരക്കലുമില്ല, പിടിക്കലുമില്ല, അതിനെ അങ്ങട് മാറ്റലില്ല, ഇങ്ങട് വറക്കലില്ല, ഒന്നുമില്ല. വെറുതെ സിമ്പിളായിട്ടുള്ള ഒരു സാമ്പാർ, എന്നാൽ സൂപ്പർ ടേസ്റ്റി ആയിരിക്കും. ഇത് ചോറിൻ്റെ കൂടെയും സ്പെഷ്യലി ദോശയുടെ കൂടെ, ഇഡ്ലിയുടെ കൂടെയൊക്കെ സൂപ്പറായിരിക്കും. ഇതുപോലെ നന്നായിട്ടൊന്ന് തിളയ്ക്കണമെന്ന് കാണുന്ന സമയത്ത് നിങ്ങൾക്കത് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള സാമ്പാർ റെഡി ആയിരിക്കും. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിതൊരു 3-4 ദിവസത്തേക്ക് വരും. അതുപോലെ തന്നെയാണ് ഞാൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ, ഇന്ന് രാവിലെ എനിക്ക് ഇത് ഉണ്ടാക്കിയ സമയത്ത് നമുക്ക് വന്നിട്ട് നീർദോശയായിരുന്നു. നീർദോശ പിള്ളേർക്ക് എല്ലാവർക്കും നീർദോശ. ഉച്ചയ്ക്ക് എന്താണ് പറയുക, ലഞ്ചിന് വേറെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ദോശയ്ക്ക് ഇഡ്ലിക്കൊക്കെ സൂപ്പറായിരിക്കും. അപ്പോൾ നീർദോശ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. ഒരു ദിവസം ഓഫ് കിട്ടുന്നത് കൊണ്ട് തന്നെ നമ്മൾ മാക്സിമം കാര്യങ്ങളൊക്കെ അന്നത്തെ ദിവസം തന്നെ തീർക്കാൻ നോക്കണം. അതിനുള്ള ധൃതി വെച്ചിട്ടാണ് കേട്ടോളൂ. അല്ലാണ്ട് നിങ്ങളുടെ മുമ്പിൽ ഒരു കുക്കിംഗ് കാണിച്ചു തരണ്ട, നിങ്ങളുടെ മുമ്പിൽ ഒരു റെസിപ്പി കാണിച്ചു തരണ്ട,
എന്നുള്ളതൊന്നും ഒന്നുമില്ല. സോ നീർദോശ ആൻഡ് നമ്മൾ ഉണ്ടാക്കിയ സാമ്പാറാണ് നമ്മൾ സെർവ് ചെയ്യുന്നത്. സോ ഒരുപാട് പേര് അത് പറഞ്ഞ് കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴൊന്നും എന്താണ് പറയുക, റെസിപ്പി ഇടാൻ നമുക്ക് സമയമില്ല. നമുക്ക് സമയവും ഇല്ലാത്തതുകൊണ്ടാണ്, അതല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാട്ടുള്ളൂ. അപ്പോൾ 2 പേര് വേറെ വേറെ രീതിയിലാണ് കഴിക്കുക. അതായത് ഒരേ സംഭവം തന്നെ ഒരുത്തൻ കുറച്ച് നല്ലോണം കഴിക്കും, മറ്റേവൻ ഒപ്പി കഴിക്കും. എനിക്ക് പിന്നെ കുളിക്കണ പോലെയാണ് കഴിക്കാൻ. ഹലോ കുട്ടികളെ, നമ്മൾ ഓഫാണ്. ഒരു ലേസി സാമ്പാറാണ് ഇന്ന് കാണിച്ചത്. എന്നെപ്പോലെ ആരൊക്കെ കഴിക്കുന്ന എനിക്കറിയില്ല. ഒരുപാട് പേരുടെ പരാതിയാണ് വിനി പണ്ടത്തെ പോലെ കഴിച്ചു കാണിക്കില്ല. ഇരുന്ന് കഴിക്കാൻ സമയമില്ലേ മക്കളെ, ഓടുകയല്ലേ, ജോലിയും തിരക്കും. ഒരു ഓഫ് കിട്ടുന്ന ദിവസമൊക്കെ സത്യമാണ് ഇരുന്ന് സമാധാനവും സാവകാശവും ആയിട്ട് കഴിക്കാറുണ്ട്. ഒന്നും ചെയ്തിട്ടില്ല, കുളിക്കുകയെ ഒന്നും ചെയ്തിട്ടില്ല. കുറേ വൃത്തിയാക്കാനും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ സാമ്പാറൊന്നും ഉണ്ടാക്കി നോക്കും, നമുക്ക് എന്തായാലും ഇഷ്ടമാവും. എനിക്ക് ഈ പിള്ളേർ കഴിക്കണ മാതിരി കുറേ പേര് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ കഴിക്കല, ഇങ്ങനെ ഒപ്പിട്ട് നമുക്ക് പറ്റില്ല. എനിക്ക് ഈ കുതിർന്ന് കിടക്കല്ലാണ്ട് എനിക്ക് കൂട്ടാൻ നല്ലോണം വേണം, ഉപ്പേരി നല്ലോണം വേണം, കഷ്ണവും നല്ലോണം വേണം. എനിക്കെന്തോ അപ്പോൾ ഒരു സമാധാനം കിട്ടുള്ളൂ. കിച്ചു പിന്നെയും കുഴപ്പമില്ല, ഈ ചെക്കൻ ഒപ്പിയിട്ടല്ലാണ്ട് ഒരു എന്താ പറയുക, ചെറിയൊരു ബൗള് സാമ്പാറുണ്ടെങ്കിൽ അവന് രാവിലെയായി ഉച്ചയ്ക്കായി പറഞ്ഞ മാതിരിയാണ്. നിങ്ങൾ കുറേ പേര് ഇതുപോലെയൊക്കെ ഉണ്ടാക്കണ്ടാവൂല്ലേ. ഞാനിപ്പോൾ മടിയുള്ള ദിവസം വറുത്തരയ്ക്കാനൊന്നും നിൽക്കില്ല. വേഗം പണി തീർത്ത് വീട്ടിലത്തെ ഭക്ഷണം കഴിക്കുക, അത് മാത്രമായിരിക്കും ചിന്ത. ഇതിൻ്റെ കൂടെ ആയില്ലേ, ഇനിയിപ്പോൾ നാളെ ഇഡ്ഡലിയുടെ കൂടെ ആയി. വേണമെങ്കിൽ ചോറിൻ്റെ കൂടെ എടുക്കാം. പക്ഷെ ഇന്ന് ചോറിൻ്റെ കൂടെ ഞാൻ ചെറുപയർ തേങ്ങ അരച്ചിട്ടുള്ള കറി കൂട്ടാനും വെച്ചു. കായപ്പയ്ക്ക മെഴുക്ക് വരട്ടി, പിന്നെ എന്താ പറയുക, ബീട്രൂട്ട് പച്ചടി ഉണ്ട്, പിന്നെ ചേന ഉപ്പേരി ഉണ്ട്. മുന്നേക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് അതൊക്കെയാണ് ഉച്ചയ്ക്ക്. മത്തി വറുത്തതുണ്ട്, കിളിമീൻ വറുത്തതുണ്ട്. സോ പണിയുണ്ട്. ഇത് കഴിഞ്ഞ് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് പോയിട്ട് കുറച്ച് അയൺ അതെല്ലാം ചെയ്ത് തിന്മാനുള്ളതൊക്കെ ഇട്ട് അവിടെ ഒന്ന് വൃത്തിയാക്കി പിന്നെ വന്നിട്ട് ഊണിൻ്റെ കാര്യം നോക്കും. എന്ത് വേഗം ഒരു ദിവസം പോകണമെന്നറിയോ. യുദ്ധം എന്ന് പറയുമ്പോഴേക്കും ഓഫും കഴിഞ്ഞു, തേങ്ങയും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. തിരിച്ചു വരുമ്പോൾ നല്ലൊരു സന്തോഷത്തിലാണ് വരിക. നാളെ ഓഫ് എന്നും പറഞ്ഞിട്ട്. പക്ഷേ കഴിയണ വഴി അറിയില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു സിമ്പിളായിട്ടുള്ള കാര്യം ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഓക്കെ, നമുക്ക് വീണ്ടും കാണാം. എനിക്ക് ഒഴിവുള്ളപ്പൊക്കെ സമയമെടുത്ത് എനിക്ക് ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോസ് ഇടാൻ പറ്റുന്ന സമയം, കഴിക്കാൻ പറ്റുന്ന സമയം, കഴിച്ച് കാണിക്കാൻ പറ്റുന്ന സമയമൊക്കെ ഞാൻ കഴിച്ച് കാണിക്കാം. മറന്നിട്ടൊന്നുമില്ല. വീട്ടിലിരിക്കുന്ന സമയത്ത് എല്ലാത്തിനും നമുക്ക് സമയമുണ്ടായിരുന്നു. ഇപ്പം നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഞാൻ ഇതാ തീരാറായി. ഓക്കെ, 2 നീർദോശയായിരുന്നു. അപ്പോൾ പോട്ടെ, കായ്പയ്ക്ക ഉപ്പേരി ആയിക്കൊണ്ടിരിക്കണം.
ശരി, അപ്പം കാണാം. ബൈ ബൈ.